ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത കേസുകൾ അവസാനിപ്പിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം കേസുകൾ അവസാനിപ്പിക്കുകയാണ്. മൊഴി നൽകിയവർക്ക് കേസ് തുടരാൻ താല്പര്യമില്ല. 35 കേസുകൾ അവസാനിപ്പിക്കും. 21 കേസുകൾ അവസാനിപ്പിച്ച് റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. 14 കേസുകൾ കൂടി ഈ മാസം തന്നെ അവസാനിപ്പിക്കും. ജിജീഷ് കരുണാകരൻ ചേരുന്നു വിവരങ്ങളുമായി. ജിജീഷ്, എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലെടുത്ത കേസുകളിലുള്ള തീരുമാനം? വീണ, നേരത്തെ മൊഴി നൽകിയ നിരവധി ആളുകളുണ്ടായിരുന്നു. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ നിരവധി പേർ നടന്മാർക്കെതിരെ മൊഴി നൽകി. പലർക്കും എതിരെ ലൈംഗികമായ ചൂഷണം അടക്കമുള്ള പരാതികൾ ആയിരുന്നു ഉയർത്തിയിരുന്നത്. എന്നാൽ ഇവരാരും തന്നെ കൂടുതൽ പരാതികളുമായി മുന്നോട്ട് പോകാൻ താല്പര്യം കാണിച്ചില്ല. കാരണം പ്രത്യേക അന്വേഷണ സംഘം എല്ലാവർക്കും നോട്ടീസ് അയച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണവുമായി സഹകരിക്കണം, കോടതിയിലടക്കം കേസ് മുന്നോട്ട് പോകുമ്പോൾ സഹകരിക്കുകയും മൊഴി നൽകാൻ എത്തുകയും എല്ലാം ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു. എന്നാൽ കേസുമായി തുടർന്ന് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നൊരു മറുപടിയാണ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ ആളുകൾ എടുക്കുകയും ചെയ്തിരിക്കുന്നത്. സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾ എടുത്തത് മാത്രമല്ല, അതിനുശേഷം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം നിരവധി പേർക്കെതിരെ പരാതിയുമായി സിനിമാ രംഗത്തുള്ള വിവിധ മേഖലകളിൽ, സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ രംഗത്ത് വന്നിരുന്നു. അങ്ങനെയാണ് നടൻ മുകേഷിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. സിദ്ദിഖിനെതിരായ ആരോപണങ്ങൾ തുടർന്നാണ് വന്നത്. മണിയമ്പിള്ള രാജുവിനെതിരായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ജയസൂര്യക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി നടന്മാർക്കെതിരെ ലൈംഗിക ചൂഷണ പരാതികൾ, ലൈംഗിക അതിക്രമ പരാതികൾ, മോശം അശ്ലീല ചൊവ്വയോടെ സംസാരിച്ചു എന്നതടക്കമുള്ള പരാതികൾ ഉയർന്നിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പരാതിക്കാരും തന്നെ തുടർന്ന് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യം കാണിച്ചില്ല. അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന ഘട്ടങ്ങളിൽ ഒന്നും തന്നെ വിശദമായ മൊഴി നൽകാൻ ഇവർ എത്തിയില്ല. മാത്രമല്ല, കോടതിയിലെത്തി മൊഴി നൽകുന്ന കാര്യത്തിലടക്കം പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടപ്പോൾ അതിന് തയ്യാറായില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസുകളെല്ലാം തന്നെ അവസാനിപ്പിക്കുന്നത്. കാരണം പരാതിക്കാരുടെ സഹകരണമില്ലാതെ കേസുമായി മുന്നോട്ട് പോകുന്നതിന് തടസ്സങ്ങളുണ്ട്. അത് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ കേസുകൾ അവസാനിപ്പിക്കുന്നത്. അങ്ങനെ 35 കേസുകളാണ് അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൽ 21 കേസുകൾ നിലവിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. 14 കേസുകൾ കൂടി അവസാനിപ്പിക്കാനുള്ള ഒരു റിപ്പോർട്ട് ഈ മാസം അവസാനം സമർപ്പിക്കും. അങ്ങനെ ഈ കേസുകൾ മുഴുവനായും അവസാനിപ്പിക്കുകയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കേസുകൾ അവസാനിപ്പിച്ച് നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടുകൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പ്രത്യേക അന്വേഷണ സംഘം എടുത്തിരിക്കുന്ന എല്ലാ നടപടികളും, തുടർ നടപടികളും ഇതോടുകൂടി തന്നെ അവസാനിക്കും. എന്നാൽ ഒറ്റപ്പെട്ട ചില കേസുകളിൽ പരാതിക്കാരിൽ ചിലർ കേസിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അവർക്കെതിരായ കേസുകൾ തുടരും എന്ന ഒരു സൂചനയാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, നിലവിൽ മുകേഷ്, സിദ്ദിഖ്, മണിയമ്പിള്ള രാജു എന്നിവർക്കെതിരെയെല്ലാം അവർ നിരവധി കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. 30ഓളം കേസുകളിലാണ് ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുന്ന കേസുകൾ, പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാക്കിയ കേസുകൾ നിരവധിയുണ്ട്. ഈ കേസുകളിലാണ് തുടർ നടപടികളെല്ലാം തന്നെ അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. സിനിമാ മേഖലയിലും പുറത്തുമെല്ലാം തന്നെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച, ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ, തുടർ നടപടികൾ. പലരും മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കുകയും ചിലർക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുകയും എല്ലാം ചെയ്തു. അത്തരം നടപടികളെല്ലാം തന്നെ പൂർത്തിയാകുകയും ചെയ്തു. ഇതിനിടയിലാണ് പരാതിക്കാർക്ക് താല്പര്യമില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ കേസുകൾ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അവസാനിപ്പിക്കുന്നത്. ശരി ജിജീഷ്.